നാഗമണിക്ക് 2 എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. ശേഷം ദേവ് സെലക്ട് ചെയ്ത ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വഴി രൂപ ഒരു ഷെൽഫിൽ തട്ടുകയും ഷെൽഫിലുള്ള എല്ലാ സാധനങ്ങളും താഴെ വീഴുന്ന സമയം മോഹിനി ദേവിന് കൊടുത്ത പാർവിന്റെയും ശങ്കറിന്റെയും ഫോട്ടോ രൂപ കാണുന്നു. ആ ഫോട്ടോ കാണുന്ന രൂപ വളരെ ഇമോഷണൽ ആവുകയാണ്. ഇമോഷണൽ ആവുന്ന രൂപ ആ ഫോട്ടോ കയ്യിലെടുക്കുകയാണ്. ഇതെല്ലാം ദേവ് ശ്രദ്ധിക്കുകയാണ്. രൂപയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ശങ്കർ മരിച്ചത്, കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എല്ലാം ഓർമ്മ വരുന്ന രൂപ കരയുകയാണ്. ഫോട്ടോ കണ്ടിട്ട് രൂപ എന്തിനാണ് ഷോക്കായി നിൽക്കുന്നതെന്ന് ഡൗട്ട് തോന്നുന്ന ദേവ് രൂപയുടെ അടുത്ത് വരുന്നു. രൂപ കരയുന്നത് കാണുന്ന ദേവ് രൂപയോട് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ദേവ് അങ്ങനെ ചോദിക്കുന്നത് കേൾക്കുന്ന രൂപ കണ്ണുനീര് തുടച്ചിട്ട് ദേവിനോട് ഇത് സന്തോഷ കണ്ണുനീരാണ്, ഈ ഫോട്ടോയിലുള്ളത് പാർവ് ആയിരിക്കും, പാർവിന്റെ അടുത്ത് നിൽക്കുന്നത് ഹസ്ബൻഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവരാണ് ആദ്യം ഈ പാലസിൽ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവ് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് 3 മുഖംമൂടികൾ വലയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്ന അവർ 3 പേര് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ സമയം രൂപയുടെ അടുത്ത് വരുന്ന ദേവ് രൂപയോട് ഈ പാലസിൽ മുമ്പ് താമസിച്ചിരുന്നവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഉള്ളത് കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് രൂപയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ വാങ്ങി കത്തിക്കാൻ ശ്രമിക്കുകയാണ് ദേവ്. ഇവൾ പാറുവാണെങ്കിൽ ശങ്കറിന്റെ ഫോട്ടോ കത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് ദേവ്. രൂപ ശങ്കറിന്റെ ഫോട്ടോ കത്തിക്കുന്നത് തടഞ്ഞാൽ ദേവിന് ഡൗട്ട് തോന്നും. ദേവിന് സത്യങ്ങൾ മനസ്സിലാകും. മഹാദേവ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന രൂപ രണ്ടും കൽപ്പിച്ച് ദേവിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ പിടിച്ചു വാങ്ങുന്നു. അത് കാണുന്ന ദേവ് രൂപയോട് നിനക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള നിങ്ങൾ വേറൊരാളുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷം നശിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കത്തിക്കാമെന്ന് പറയുകയാണ് രൂപ. അത് കേൾക്കുന്ന ദേവ് തീപ്പെട്ടി കത്തിച്ച് രൂപയുടെ കയ്യിൽ കൊടുക്കുന്നു. രൂപ വിഷമമെല്ലാം ഉള്ളിലൊതുക്കി ഫോട്ടോയിലെ പാറുവിന്റെ ഭാഗം കത്തിക്കുകയാണ്. കുറച്ച് കത്തുമ്പോൾ തന്നെ രൂപ ദേവിനോട് റൂമിന്റെ അകത്ത് ചാര വീഴുന്നത് അപശകനമാണ്, ഞാൻ പുറത്തു കൊണ്ട് കളയാമെന്നും പറഞ്ഞ് രൂപ അവിടെ നിന്ന് പോകുന്നു. പുറത്തു വരുന്ന രൂപ ഫോട്ടോയിൽ തീ അണയ്ക്കുകയാണ്. എന്നിട്ട് രൂപ ഫോട്ടോയിൽ നോക്കിയിട്ട് ശങ്കറിന്റെ ഫാമിലിക്ക് നീതി ഞാൻ വാങ്ങിത്തരുമെന്ന് പറയുകയാണ്. മറുവശത്ത് 3 മുഖംമൂടികളുടെ ചുറ്റും തീ കത്തുകയാണ്. അവർക്ക് അതിന്റെ പുറത്ത് കടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ആ സമയം അവരുടെ 3 പേരുടെയും ഫോൺ അവിടെ വീഴുകയാണ്. ഈ സമയം അവിടേക്ക് രൂപ വരുന്നു. രൂപ ആ 3 മുഖംമൂടികളെ കാണാനുള്ള ആകാംക്ഷയിൽ ഓടി വരുമ്പോൾ അവരാരും അവിടെ ഉണ്ടാവില്ല. അവരെ കാണാത്തതിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് രൂപ. മറുവശത്ത് ഈ കാര്യങ്ങളെല്ലാം മോഹിനി അറിയുകയാണ്. മോഹിനി മെസ്സേജ് ചെയ്തിട്ടില്ല. മെസ്സേജ് ആരായിരിക്കും ചെയ്തത്? മെസ്സേജ് നോക്കട്ടെ. ഫോൺ എടുക്കാൻ മോഹിനി അവരോട് പറയുകയാണ്. അപ്പോൾ ഫോൺ നോക്കുന്ന അവർ 3 പേര് ഫോൺ മിസ്സായ കാര്യം മോഹിനിയോട് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി അവരെ വഴക്ക് പറയുകയാണ്. അവർ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് അവരുടെ 3 പേരുടെയും ഫോണ് കത്തിയ നിലയിൽ കിട്ടുന്നത് കാണുന്ന രൂപ മഹാദേവനോട് നന്ദി പറയുകയാണ്. ഈ സമയം മോഹിനി അവരോട് നിങ്ങളിൽ ആരോ ഒരാളാണ് എന്റെ റൂമിൽ ഗിഫ്റ്റ് കൊണ്ടുവച്ചത്. നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളിൽ ഒരാൾ അങ്ങനെ ചെയ്തത്. രൂപ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് ഒരിക്കലും ആരും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുകയാണ് മോഹിനി. അടുത്ത സീനിൽ രൂപ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ദേവ് വരുന്നു. ദേവ് രൂപയും ഒരുമിച്ച് കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞ് 2 പേരും വഴക്ക് കൂടും. ഈ സമയം അവരുടെ അടുത്ത് വരുന്ന ഫോല ദേവിനോട് ദേവ് ഫോലയുടെ ചെരുപ്പ് മാറിയിട്ടു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് ഫോലയുടെ ചെരുപ്പ് ഊരി ഫോലയ്ക്ക് കൊടുക്കുന്നു. ഫോലയുടെ ചെരുപ്പിൽ മുഴുവൻ മണ്ണ് പറ്റിയിരിക്കുന്നത് കാണുന്ന രൂപയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. ഫോലയുടെ ചെരുപ്പിൽ പറ്റിയിരിക്കുന്ന മണ്ണ് കാട്ടിന്റെ അകത്തുള്ള മണ്ണായിരുന്നു. ശേഷം രൂപ ഫോലയുടെ റൂമിൽ പോവുകയാണ്. ഫോലയുടെ റൂമിന്റെ അകത്ത് കയറുന്ന രൂപ അവിടെ കറുത്ത ഡ്രസ്സ് കിടക്കുന്നത് കാണുന്നു. അതെല്ലാം കാണുന്ന രൂപയ്ക്ക് ആ മുഖംമൂടികളിൽ ഒരാൾ ബോലയാണെന്ന് മനസ്സിലാവുകയാണ്. അതറിയുന്ന രൂപ ബോലയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം രൂപയ്ക്ക് ബോലയെ കൊന്നാൽ ബാക്കി 2 പേരെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല എന്ന് മനസ്സിൽ തോന്നുന്ന രൂപ ആ ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം ദേവിക എൻഗേജ്മെന്റിനുള്ള റിങ് മഹാദേവന്റെ മുന്നിൽ വയ്ക്കുന്നത് കാണുന്ന ബുൽബുല് ഡാഡിയുമായുള്ള ആ രക്ഷസ് ആന്റിയുടെ എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ശേഷം ദേവികയുടെ അടുത്ത് വരുന്ന പോലെ ഗ്രാമത്തിലേക്ക് പെട്ടെന്ന് പോകണം, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവിക ബോലയോട് ഗ്രാമത്തിലേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ്. മറുവശത്ത് ദേവിന്റെ അടുത്ത് വരുന്ന മോഹിനിയെ ഓരോന്നും പറഞ്ഞ് ദേവ് ഒഴിവാക്കാൻ നോക്കുന്നത് കാണുന്ന മോഹിനി ദേവിനെ മോഹിനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ദേവ് ഒരു ദിവസം മോഹിനിയെ ഇഷ്ടപ്പെടുമെന്നും പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ ദേവ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെ രംഭ വരുന്നു. മോഹിനി ദേവിനെ നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന രംഭ ദേവിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് മോഹിനിയോട് ചോദിക്കുകയാണ്. ഇത്രയും വർഷമായി എന്റെ സൗന്ദര്യത്തിൽ വീഴാത്ത ഒരു പുരുഷന്മാരില്ലായിരുന്നു. പക്ഷെ ദേവ് അങ്ങനെയല്ല. ദേവ് എന്റെ മുഖത്ത് പോലും നേരെ നോക്കുകയില്ല. ഒരു ദിവസം ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ ദേവ് എന്നെ സ്നേഹിക്കുമെന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന രംഭ ചേച്ചിയെ ഒരിക്കലും ദേവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ചേച്ചി വിവാഹം കഴിക്കാൻ ദേവ് സമ്മതിച്ചില്ലെങ്കിലോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ
എന്നൊക്കെ ഡൗട്ട് ചോദിക്കുകയാണ് രംഭ. അത് കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് രംഭയെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് മോഹിനി രംഭയോട് ഞാൻ ദേവനെ വിവാഹം കഴിക്കുകയും ഞാൻ ദേവനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒത്തിരി മടങ്ങ് എന്നെ ദേവ് സ്നേഹിക്കുമെന്നും പറയുന്നത് കേൾക്കുന്ന രംഭ വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. ശേഷം മോഹിനി രംഭയെ വെറുതെ വിടുന്നു. അടുത്ത സീനിൽ രൂപ ബോലയുടെ റൂമിന്റെ ഡോറിന്റെ അടിയിലൂടെ ഒരു ലെറ്റർ എഴുതിയിടുകയാണ്. ഈ സമയം ബോലയുടെ റൂമിന്റെ അകത്ത് ദേവ് ഉണ്ടായിരുന്നു. ബോല നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് കുറച്ച് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയാണ് ദേവ് അവിടെ വന്നത്. ദേവ് പോകാൻ സമയം ദേവ് തറയിൽ ലെറ്റർ കിടക്കുന്നത് കാണുന്നു. ദേവ് ആ ലെറ്റർ എടുത്ത് വായിക്കുകയാണ്. അതിൽ ഔട്ട് ഹൗസിൽ കാണാൻ വരണമെന്ന് എഴുതിയിരിക്കുന്നത് വായിക്കുന്ന ദേവ് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ആദ്യം അവിടെയുള്ള ജോലിക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് ലെറ്ററിൽ ഉള്ളതുപോലെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവസാനം ദേവ് രൂപയുടെ അടുത്തേക്ക് പോകുന്നു. ദേവിക ദേവിനോട് രൂപ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. രൂപ നമ്മുടെ കുടുംബത്തിലുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ദേവ് രൂപയോട് എഴുതാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുകയാണ്. നിങ്ങൾക്ക് എന്നല്ല ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രൂപ. രൂപയുടെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുന്ന ദേവിന് അത് രൂപയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് മനസ്സിലാവുകയാണ്. നമ്മുടെ ഫാമിലിക്ക് ഭീഷണിയുണ്ട്, അതുകൊണ്ട് കുറച്ച് സെക്യൂരിറ്റിയെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുകയാണ് സൂരജ്. ദേവ് ബോലയോട് നാട്ടിലേക്ക് പോകാൻ റെഡിയാകാൻ പറയുകയാണ്. അടുത്ത സീനിൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ബോലയെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് രൂപ. മറുവശത്ത് ബോലയ്ക്ക് വേണ്ടി ആരോ എഴുതിയ ലെറ്റർ ആണെന്ന് ദേവിന് മനസ്സിലാവുകയാണ്. ഈ സമയത്ത് അർത്ഥ രൂപ രക്ഷപ്പെടുകയാണ്. ദേവ് ബോലയോട് ഒറ്റയ്ക്ക് പോകണ്ട, സേഫ്റ്റിക്ക് വേണ്ടി സെക്യൂരിറ്റി കൂടി ബോലയുടെ കൂടെ വരുമെന്ന് പറയുകയാണ്. ശേഷം ബോല അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം രൂപ കേൾക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുന്ന ദേവ് രൂപ നിൽക്കുന്നത് കാണുന്നു. ദേവ് കണ്ടു എന്ന് മനസ്സിലാക്കുന്ന രൂപ ജോലി ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. രൂപ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ദേവ് രൂപയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം രൂപ കാല് സ്ലിപ്പായി ലാഡറിൽ നിന്ന് വീഴാൻ പോകുന്നത് കാണുന്ന ദേവ് രൂപ വീഴാതെ രൂപയെ പിടിക്കുകയാണ്. രൂപയും ദേവും കൂടി ഉരുണ്ടുരുണ്ട് പോവുകയാണ്. കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം നോക്കി കിടക്കുകയാണ്. ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ദേഷ്യം വരുന്ന ദേവ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. സെക്യൂരിറ്റി കൂടെ ഉള്ളത് കൊണ്ട് ബോലയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് രൂപ നിൽക്കുമ്പോൾ അവിടെ ദേവിന്റെ ഫോൺ കിടക്കുന്നത് കാണുന്ന രൂപ ആ ഫോണിൽ കൂടുതൽ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ദേവിന്റെ സൗണ്ടിൽ സെക്യൂരിറ്റിയോട് സംസാരിക്കുകയാണ്. ബോല ഒറ്റയ്ക്ക് പോകും, സെക്യൂരിറ്റിയോട് കൂടെ പോകണ്ട എന്ന് രൂപ ദേവിന്റെ സൗണ്ടിൽ പറയുകയാണ്. സംസാരിച്ച ഉടൻ തന്നെ രൂപ കാൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് ഫോൺ കിടന്ന സ്ഥലത്ത് തന്നെ വയ്ക്കുകയാണ്. ഈ സമയം ഫോൺ പോക്കറ്റിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ദേവ് തിരിച്ചു വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. ദേവ് ഫോൺ എടുക്കാൻ വന്നത് അവിടെ മറഞ്ഞു നിൽക്കുന്ന രൂപ കാണുകയാണ്. ശേഷം രൂപ ബോലയ്ക്ക് കുടിക്കാൻ സ്ലീപ്പിംഗ് പിൽസ് കലർത്തിയ ചായ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ബോല ചായ കുടിക്കാൻ തുടങ്ങുന്ന സമയം അവിടെ വരുന്ന ഒറിജിനൽ രൂപ പാലസിന്റെ അകത്തേക്ക് കയറ്റാത്തത് കൊണ്ട് ബഹളം വെക്കുകയാണ്. രൂപയെ ബോലയും പാറുവും കാണുന്നു. പാറു രൂപയെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ബോല രൂപയുടെ അടുത്ത് പോയി കാര്യം ചോദിക്കുകയാണ്. രൂപ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബോല എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി രൂപയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അത് കാണുന്ന പാറു കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്ന കത്തി എടുത്ത് അവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരെ രണ്ടുപേരെയും ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ബോലയും രൂപയും കൂടി പാറുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും പാറു രണ്ടുപേരെയും അടിച്ചു ബോധം കെടുത്തി ചാക്കിന്റെ അകത്താക്കി കെട്ടി അവിടെ വെക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന രംഭ പാറുവിനോട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. എൻഗേജ്മെന്റിന്റെ വർക്ക് കുറെ ഉണ്ട്, ബോലയെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുകയാണ്. അതിന് ബോല എപ്പോഴും നാട്ടിലേക്ക് പോയി രൂപയെ ദേവിക അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് രംഭ രൂപയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ എല്ലാവരും എൻഗേജ്മെന്റിന്റെ മോതിരം കാണാത്തതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രൂപ എൻഗേജ്മെന്റ് റിങ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയം അവിടെ വരുന്ന മുത്തശ്ശനും ബുൽബുലും അവരാണ് എൻഗേജ്മെന്റ് റിങ് എടുത്തതെന്നും രൂപ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതൊരു ഗെയിം ആണെന്നും എൻഗേജ്മെന്റ് റിങ് കണ്ടുപിടിച്ചാൽ മാത്രമേ എൻഗേജ്മെന്റ് നടക്കുകയുള്ളൂ എന്നും പറയുകയാണ്. എൻഗേജ്മെന്റ് റിങ് ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബുൽബുല്. അടുത്ത സീനിൽ പാറുവിന്റെ റൂമിലേക്ക് ദേവ് കയറി വരികയാണ്. പാറു ഡ്രസ്സ് ഇടുന്നത് കാണുന്ന ദേവ് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. പറയാതെ കയറി വന്നു എന്ന് പറഞ്ഞ് പാറു ബഹളം വെക്കുകയാണ്. ഡോർ ലോക്ക് ചെയ്യാതെ ഡ്രസ്സ് മാറ്റിയതിന് ദേവ് പാറുവിനെ വഴക്കു പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഓരോന്നും പറഞ്ഞ് വഴക്കു കൂടുകയാണ്. ദേവ് വന്നത് ചെരുപ്പെടുക്കാനാണെന്ന് അറിയുന്ന പാറു ദേവിന്റെ ചെരുപ്പ് എടുക്കുന്നതിനിടയിൽ ഡ്രസ്സിന്റെ കെട്ട് അഴിയുകയാണ്. പാറു അനങ്ങാൻ കഴിയാതെ ചമ്മി നിൽക്കുന്നത് കാണുന്ന ദേവ് പാറുവിന്റെ അടുത്ത് പോയി ഡ്രസ്സിലെ കെട്ട് ശരിയായി കെട്ടി കൊടുക്കുകയും പാറുവിന് ഷോൾ എടുത്ത് ചുറ്റി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം എൻഗേജ്മെന്റ് റിങ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് മോഹിനി ബുൽബുലിനെ മാന്ത്രിക മുടി ചുറ്റി വേദനിപ്പിക്കുകയാണ്. ബുൽബുൽ എന്ത് ചെയ്താലും പറയില്ല എന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ്. എൻഗേജ്മെന്റ് റിങ് കണ്ടുപിടിച്ചാലേ എൻഗേജ്മെന്റ് നടക്കുകയുള്ളൂ എന്ന് ബുൽബുൽ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന
വരുന്ന മോഹിനി ബുൽബുലിന്റെ ഡാഡിയെ ഉപദ്രവിക്കുമെന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന ബുൽബുലും മോഹിനിയുടെ കയ്യിൽ കടിക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി ബുൽബുലിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയം അവിടെ ദേവിക വരുന്നത് കാണുന്ന മോഹിനി സൈലന്റ് ആവുകയാണ്. എൻഗേജ്മെന്റിന് സമയമായി എന്ന് പറഞ്ഞ് ദേവിക മോഹിനിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. പാർവിന് ബോലിയെ കൊല്ലാൻ കഴിയുമോ, മോഹിനിയുടെ എൻഗേജ്മെന്റ് നടക്കുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.